ഇതിപ്പോ കൂടെ കൂടെ ഉണ്ടല്ലോ വിഷ്ണുവേ. ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനാണോ അയാൾ ഇവിടെ വന്നീ താമസിക്കണേ? വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് കാര്യമില്ല അത്രേ. അത്രയ്ക്ക് പഴയ ബൈക്കാ. അത് അയക്ക് മാത്രം നന്നാക്കാൻ പറ്റും. വന്നപ്പോ മുതൽ എന്താന്നറിയില്ല, എനിക്ക് അയാളത്ര പിടിച്ചിട്ടില്ല. കണ്ട ഒരു പ്രത്യേക വേറുതാനേ ഉള്ളൂ. ആള് പാവാ. ആ മുറി ആകെ വൃത്തിയേടാക്കി. അവിടെ ഇരുന്ന് പുകവലിക്കരുന്ന് പറയണം. മുത്തശ്ശൻ താമസിച്ചിരുന്ന മുറി അത്. അയക്കെന്താ വല്ല അസുഖമുണ്ടോ? ഇഞ്ചക്ഷൻ സിറിഞ്ചും എന്തൊക്കെയോ മരുന്നൊക്കെ ഉണ്ട്. പ്രമേഹത്തിന് ഇൻസുലിൻ കുത്തിവെക്കാനത്രേ. എന്നിട്ടാണോ പഞ്ചാരയുടെ കാപ്പി കുടിക്കണേ? ശ്രീകുട്ടി, ശ്രീകുട്ടി, കുറച്ചു മുമ്പ് കൊടയും പിടിച്ച് മുറ്റത്ത് നിൽക്കണ്ടായിരുന്നതാ. എവിടെയെങ്കിലും പോയി നിന്ന് മഴ കൊള്ളുന്നുണ്ടാവും. ശ്രീകുട്ടി, എന്നോട് ആരെവിടെ വന്നിരിക്കാൻ പറഞ്ഞ? ചോര എന്തിനാ ഇതൊക്കെ കുട്ടിക്ക് കൊടുത്തേ? ഇനി മേലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കരുത്. ഒരു പെണ്ണെടുത്ത് അവക്ക് കൊടുത്തു. കൊടയില്ലാതെ കണ്ടപ്പോ ഓവർകോട്ട് ഇട്ട് കൊടുത്തു. അത്രല്ലേ ഉള്ളൂ. സാരമില്ല, നീ വെറുതെ പേടിക്കണതാ. സൂക്ഷിക്കേണ്ട പ്രായ ശ്രീകുട്ടിക്ക്. ഒന്നും അറിഞ്ഞൂടാ പാവത്തിന്. അവക്കെല്ലാം ഒരു കൗതുക. ഗുരുസ്വാമി തെറ്റിദ്ധരിച്ചാലും വേണ്ടില്ല, അയാളോട് നാളെ തന്നെ പോവാൻ പറഞ്ഞേക്ക്. ഏറിയ ഒരു 5-6 ദിവസം. അത് കഴിഞ്ഞ് അയാൾ പോവും. അതിനുമുമ്പ് നമ്മളായിട്ട് എന്തിനാ പറഞ്ഞു വിടണേന്ന് ചോദിച്ചാൽ എന്താ പറയാ? എങ്കിൽ ഞാൻ ശ്രീകുട്ടി അതിനകത്ത് പൂട്ടിയിടാൻ പോവാ. അതൊന്നും വേണ്ട. കണ്ണും കാതും തുറന്നു വെച്ച് ഏത് നേരം നീയില്ലേ അടുത്ത്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും സ്നേഹം ശ്രീകുട്ടി കിട്ടിയെന്ന് വരില്ല. പിന്നെന്താ? ഇന്നെന്താ എന്റെ അന്തർജനത്തിനൊരു പ്രത്യേക വാസന? ഒരു വിശേഷം ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു പറയാൻ. ഉണ്ണിക്കുട്ടന് ഒരു അനിയത്തി വരണോന്ന് സംശയമുണ്ട്. ശ്രീകുട്ടി, what are you doing? ഇന്നെന്താ മഴയില്ലാത്ത? ഒരു തുള്ളി മഴയില്ല. Yes, yes. No മഴ, no മഴ. Where is your അണ്ണൻ? അണ്ണൻ, brother. സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അക്ക എവിടെ? സുന്ദരമാളുടെ വീട്ടിലുണ്ട്. Where is your little friend? Unni, the little boy. Sleeping? ഇന്ന് മഴ വരൂലേ? മഴ വരും. ശ്രീകുട്ടി, close your eyes, no? കണ്ണ് മൂട്, like this. Good. Head up. തല മേലെ. அப்படியே மழை வரும். 1 minute. மழை ஜாலி இல்ல?
പ്രിയേ, 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 ശ്രീകുട്ടി, ശ്രീകുട്ടി, പ്രിയേ, പ്രിയേ. പിന്നെ നടന്നൊന്നും കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കൂടി പറ്റണില്ല ഇപ്പോ. പോലീസും കോടതിയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പലതരം പറച്ചിലുകളും ഒരു തരം മരവിപ്പായിരുന്നു കുറെ നാളത്തേക്ക്. മാഷ്ക്ക് ഓർമ്മയുണ്ട് എന്റെ ശ്രീകുട്ടിയെ. മുമ്പൊരിക്കൽ മാഷ് വീട്ടിൽ വന്നപ്പോ എന്തോ ഒരു തമാശ പറഞ്ഞതിന് ഒരു ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് ചിരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവൾക്ക് ഒരുപാട് പൂമ്പാറ്റകളെ പിടിച്ചു കൊടുത്തു വന്ന്. ആ പൂമ്പാറ്റകളൊന്നും ഇപ്പം ഇല്ല മാഷേ, എല്ലാം പോയി. മഴ നനയാൻ അതീ പിന്നെ എന്റെ ശ്രീകുട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഒരിക്കലും. പടിഞ്ഞാറ്റയിലെ ഇരുട്ടിൽ ഒരു ദിവസം കാലത്ത് ഉണ്ണിക്കുട്ടനെ കണ്ട് കൂമ്പാരം കൂടി കിടന്ന് ഈ അമ്പാറ്റകളുടെ ചെറികൾക്കിടയിൽ നൂരയും പതയൊക്കെ വന്ന് മറങ്ങലിച്ച മുഖം. അവളടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ ശ്രീകുട്ടിക്ക് ദുർവിധി വരില്ലായിരുന്നു. പൊന്നുപോലെ നോക്കിയിരുന്നതാ അവൾ എന്റെ ശ്രീകുട്ടിയെ. ബസ് വരുന്നുണ്ട്. മടങ്ങണ വഴിക്ക് മാഷൊന്ന് മുല്ലത്താത്തേടെ അവിടെ കയറും. അമ്മയെ വിളിക്കാൻ കൂടെ വരണമെന്ന് പറഞ്ഞ മോൾക്ക് വാശിയായിരുന്നു. ഞാൻ കയറിക്കോളാം. തിരിച്ചെത്താൻ നാളെ സന്ധ്യാവില്ലേ? ആവും. ഇന്ന് രാത്രി ടൗണിൽ എവിടെയെങ്കിലും തങ്ങിയിട്ട് കാലത്തെ ചെല്ലണം. ഓട്ടെ മാഷേ, സമയമെടുക്കും തോറും ഉള്ള ധൈര്യം കൂടെ ചോർന്നു പോവാ. ഇത്തവണ ഞാൻ അവളോട് എന്താ പറയാ ഉണ്ണിയെപ്പറ്റി? എന്തായാലും ഇങ്ങോട്ട് എത്തുന്നത് വരെ പ്രിയമത ഒന്നും അറിയണ്ട. അവിടുന്ന് ഇറങ്ങുമ്പോഴുള്ള സന്തോഷം കുറച്ചു നേരത്തേക്കെങ്കിലും നിന്നോട്ടെ.
പ്രേമതേ, വരുമ്പോ ഇട്ടിരുന്ന ഡ്രസ്സാ, ഇതിട്ടിട്ട് വന്നോളൂ. ചെല്ലേ. ഇവിടെ ഒപ്പിട്ടോളൂ. ആ ഇതാ, ഇവിടെ നിങ്ങൾ ജോലി ചെയ്തതിന്റെ ശമ്പളം. തുക എത്രയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, എണ്ണി നോക്കിക്കോളൂ. എന്തേ നോക്ക്, നോക്ക്, പോണത് കണ്ടോ? ആരാന്ന് കാണണോന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഉരുപ്പടി. ഇന്ന് റിലീസ് കിട്ടി പോവാ. ചേടാ കയ്യിന്ന് പോയല്ലോ സാറേ. കണ്ട് കമ്പം തോന്നാറാ പതിവ്. ഇതെന്താ കാണാണ്ട് തന്നെ? അല്ല, എന്താ ചുറ്റിക്കളി? ഇത് ചുറ്റിക്കളി വേറെയാ സാറേ. എനിക്കിട്ട് പണിഞ്ഞ മാഷക്കൊരു പണി കൊടുക്കണ്ടേ? ഒരു പരോളിപ്പിക്കാൻ എന്താ വൈ? കരയല്ലേ, എന്താ കരയല്ലേ? മക്കളെ കൊണ്ടുവന്നില്ലേ വിഷ്ണുട്ട? ഇന്നും കൊണ്ടുവന്നില്ലല്ലേ? സാരില്ല, അങ്ങടല്ലേ പോണത്. ജയിലില് ജോലി എടുത്തതിന് കിട്ടിയ പൈസ തന്നപ്പോ തോന്നി പോണ വഴിക്ക് വല്ല അമ്പലത്തിൽ വിടാന്ന്. ഇപ്പൊ തോന്ന ഉണ്ണിക്കും പോൾക്കും ഒരു ഉടുപ്പ് വാങ്ങണമെന്ന്. വിഷ്ണുട്ടന്റെ ഷർട്ടും ഒക്കെ വാങ്ങിക്കാം. നീങ്ങ വന്നില്ലേ? നിനക്ക് വിശക്കുണ്ടാവില്ലേ? ഇല്ല, വിശക്കണമൊന്നുമില്ല. മക്കളെ കാണണം, എത്രയും പെട്ടെന്ന് മക്കളെ കാണണം.